ഇപ്പോൾ കാശ്മീർ ടൈംസിനെ ഓഫീസ് ഇന്നലെ ഈ പറഞ്ഞതുപോലെ എന്താണ് അവിടുന്ന് റിവോൾവറുകൾ, അതുപോലെ തന്നെ ഈ ബോംബിൻ്റെ പിന്ന്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആയുധങ്ങൾ അവിടെ സ്പെഷ്യൽ സ്ഥാപനത്തിൽ പേനയില്ല. അതെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിന്നെ കണ്ടെടുത്തിട്ടുണ്ട്. ഈ കാശ്മീർ ടൈംസ് എന്ന് പറയുന്ന പത്രം പ്രോ സെപ്പറേറ്റിസ്റ്റാണ്. അതായത് തീവ്രവാദികൾക്ക് അനുകൂലമായി വാർത്തകൾ എഴുതുകയും പ്രചരിപ്പിക്കുകയും ആ വാർത്തകൾ ന്യൂയോർക്ക് ടൈംസ് പോലുള്ള വിദേശ പത്രങ്ങളെ കൊണ്ട് പബ്ലിഷ് ചെയ്യുകയും അതുവഴി ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കെതിരെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിരുന്നു കാശ്മീർ ടൈംസ്. 1954 വേദ്ഭാസിൻ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റാണ് ഈ പത്രം സ്ഥാപിക്കുന്നത്. ഇത് പറഞ്ഞാൽ വളരെ പുരാതനമായൊരു പത്രമാണ് കാശ്മീരിലെ. പക്ഷേ അവർ ഒരിക്കലും ഈ സ്റ്റേറ്റിന് വേണ്ടിയോ നമ്മുടെ രാജ്യത്തിന് ഉയർച്ചയ്ക്കോ വേണ്ടിയോ പ്രവർത്തിച്ചായിട്ട് ചരിത്രമില്ല. അവർ ഈ പറഞ്ഞതുപോലെ ഈ ഭീകരവാദികളെയും അതുപോലെ തന്നെ പാകിസ്ഥാന് വേണ്ടിയും ഈ മുഖം മൂടിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയായിരുന്നു കാശ്മീർ ടൈംസ്. ഈ കാശ്മീർ ടൈംസിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ സ്ഥാപിച്ചതിന് ശേഷം പല തവണ ഈ ഇന്ത്യക്കെതിരെ ഉള്ള പ്രവർത്തനങ്ങൾ കാരണം ഗവൺമെൻറ് പല നടപടികളും ഈ പത്രത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.